ശോകം ആത്മൻ. ശോകം, ദുഃഖം, മനസമാധാനം ഇല്ലായ്മ പറയും. അതിനുള്ള തരണം ചെയ്യാനുള്ള ഒരേ മാർഗം ആത്മവിദ്യ. ആത്മവിദ്യയെ, ആത്മാവിനെ മനസ്സിലാക്കുക. ഇത് എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് ഋഷികൾ എഴുതി വെച്ച വാർത്ത. ഇന്നിപ്പോൾ അവന് എത്ര പ്രസക്തിയുണ്ട് നോക്കും. നമ്മൾ എത്ര അറിവുണ്ടെങ്കിലും ജീവിതത്തിൻ്റെ ഏറ്റവും വലിയ ആവശ്യം എന്താണ്? നമ്മുടെ ഏറ്റവും ജീവിത ആവശ്യങ്ങളാണ് ആനന്ദം, ശാന്തി, പൂർണ്ണ തൃപ്തി, അല്ലേ, നിത്യമായ സുഖം. ഇതൊക്കെയാണ് നമ്മുടെ ജീവിതത്തിൻ്റെ ലക്ഷ്യമായിട്ട്. എന്നിട്ടോ ഇതിനു വേണ്ടിയിട്ടാണ് നമ്മുടെ ജീവിതം മുഴുവൻ മെനക്കെട്ട് പ്രവർത്തിക്കുന്നു. എന്നിട്ട് ആർക്കെങ്കിലും ഇപ്പോൾ അവസാനം നമുക്ക് സുഖം കിട്ടുന്നുണ്ടോ? അപ്പോൾ അടുത്ത് ഇത് ഇപ്പോഴും ഇതിനുള്ള പ്രസക്തി നടക്കുന്നുണ്ട്. നെച്ചൂരിൻ്റെ അടുത്തൊരു പ്രഭാഷണം കിട്ടും. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു 5-6 മാസം മുമ്പ് ഉണ്ടായതാണ്. അദ്ദേഹത്തിൻ്റെ ഗ്രാമത്തിലെ അദ്ദേഹത്തിൻ്റെ പൂർവാശ്രമ കുടുംബ സുഹൃത്താണ്. ആ കുടുംബത്തിലെ അവരൊരു സ്ത്രീ, അവരുടെ അമ്മ ഇപ്പോൾ തളർന്ന് കിടക്കുക. അപ്പോൾ അത് മക്കൾ വന്ന് പറഞ്ഞു, അമ്മ കാണണമെന്ന് പറയുന്നത് സ്വാമീനെ. അദ്ദേഹം തിരക്കാണ്. ഇതിന് പോയി അവിടെ പോയപ്പോൾ അവർ ഷോക്ക് വന്നിട്ടാണ്. പക്ഷെ അവർ ഫിസിയോതെറാപ്പി ചെയ്യുന്നതിന് വീട്ടിൽ വന്ന് കുട്ടികൾ, പേരക്കുട്ടികൾ വീട്ടിൽ TV വെച്ചിട്ടുണ്ട്. പേരക്കുട്ടികളൊന്ന് കളിപ്പിക്കുന്നത്ര ഗെയിമൊക്കെ കളിക്കും ഇതിൽ, മൊബൈലിൽ. കാരണം അവരുടെ മനസ്സിന് എപ്പോഴും ഹാപ്പിയാകും. അപ്പം അവർ കുറേശ്ശെ നടത്തങ്ങനെയൊക്കെ. പക്ഷേ സ്വാമിയോട് ചെന്ന് പറയുന്നു, ഞാൻ എത്ര സത്സംഗത്തിൽ സ്വാമിയുടെ കേൾക്കുക, പക്ഷേ എനിക്കിപ്പോൾ അവസാനം ഇങ്ങനെ ഒരു അവസ്ഥയായിപ്പോൾ ഇതിന് പോകാൻ പറ്റാതെ. അപ്പം സ്വാമി അവിടെ നിന്ന് പറഞ്ഞിട്ട്, നിങ്ങൾ കേട്ടതൊക്കെ ചെവിയിലിരിക്കുക, കണ്ടതൊക്കെ കണ്ണിലിരിക്കുക, അത് ഉള്ളിലേക്ക് ഇറങ്ങിയിട്ടില്ല. എന്നിട്ട് 1/2 മണിക്കൂർ നേരം ഒരു ആത്മവിചാരം സ്വാമി ചെയ്തു. ഇനി ഇതൊക്കെ ഉള്ളിലേക്ക് എന്തിനാണോ പ്രവർത്തിക്കുന്നത്, ഇതൊക്കെ ആലോചിച്ചിട്ട് ഇനി കണ്ടതും കേട്ടതും ഒക്കെ ഒന്ന് ഉള്ളിലേക്ക് ഇറങ്ങും. അതിനെങ്ങനെ കണ്ടും കൊണ്ടും കേട്ടും കൊണ്ടും അങ്ങനെ കിടക്കുകയില്ല. എനിക്കിപ്പോൾ ശരീരബോധത്തിൽ, നമ്മളൊക്കെ ഇപ്പോൾ ശരീരബോധത്തിലാണ്. അതിൻ്റെ സുഖത്തിന് വേണ്ടിയിട്ടാണ് ലൗകികമായ കർമ്മങ്ങളിൽ മുഴുകിയിരിക്കുന്നത്. നമ്മുടെ സുഖത്തിന് വേണ്ടിയിട്ടാണ്. എല്ലാവർക്കും അതിൻ്റെ ഒരു സ്വാർത്ഥതയുണ്ട്. ഇപ്പോൾ ചെറിയ കുട്ടികളെ കളിപ്പിക്കില്ലേ, കുട്ടികളെ നമ്മൾ മക്കളെ കിട്ടില്ല, ചെറിയ കുട്ടികളെ നമ്മൾ കൊഞ്ചിക്കുന്നത് എന്താ? നമുക്ക് സുഖമാണ്. കുട്ടികൾക്ക് വെറുപ്പാലും കുട്ടികൾ കരഞ്ഞാലും പിടിച്ചതിന് മൂക്കം പിടിച്ചിട്ട് നമുക്കൊരു സുഖം കിട്ടുന്നുണ്ടായില്ലേ, ഒരു മാനസിക സുഖം. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ കുട്ടികളുടെ സുഖം. കുട്ടികളെ കളിപ്പിക്കില്ല, നമ്മുടെ മനസ്സിനെ നമ്മൾ കളിപ്പിക്കുക. അപ്പൊ ഈ സ്വാമി അതൊക്കെ പറഞ്ഞു കൊടുത്ത അവസാനം സ്വാമി ഞാൻ ഇറങ്ങുമ്പോൾ തന്നെ അവരെ കണ്ടു ഇങ്ങനെ പതിയെ അറിഞ്ഞു. അത് കഴിഞ്ഞ് പിന്നെ ഒരു 2-3 മാസം കഴിഞ്ഞപ്പോൾ അവർ മകൻ കൂട്ടി വന്ന് എവിടെയോ സ്വാമി പോയിട്ട് കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ അമ്മ ഭയങ്കരമായിട്ട് റെസ്റ്റ്ലെസ്സാണ്. ഞങ്ങളെ കാണാൻ വയ്യ, കുട്ടികളെ കാണാം, പേരക്കുട്ടികളെ ഒക്കെ ആട്ടി വായിക്കുക, ഭയങ്കര റെസ്റ്റ്ലെസ്, ഒന്നും കേൾക്കണില്ല, മരുന്നും കേൾക്കില്ല, ആകെ കാണുന്നില്ല, ആകെ കഷ്ടത്തിലായിരിക്കുന്നത്. അപ്പോൾ സ്വാമി കറക്റ്റ് പിന്നെ ഞാൻ വരാമെന്ന് സ്വാമി പോയപ്പോൾ സ്വാമി എനിക്ക് പോലും ആശ്ചര്യമായി അവരുടെ മാനസികാവസ്ഥ. അപ്പോൾ അവർ പറയത്തത്, സ്വാമി ഞാൻ കാത്തിരിക്കുക, സ്വാമി ഞാൻ എന്നെ പോകാൻ. സ്വാമിയുടെ അത് കേട്ടതിന് ശേഷം ഞാനങ്ങ് ആകെ മാറി. എനിക്ക് നല്ല ശാന്തി. സ്വാമി പറഞ്ഞ ദർശനം എനിക്ക് കിട്ടി. പക്ഷേ ഈ കുട്ടികളെ എന്നെ പോകാൻ സമ്മതിക്കുന്നില്ല. വേറെ കുട്ടികൾ വന്നിട്ട് അവർ ഗെയിം കളിപ്പിക്കുക, TV കാണിക്കുക, നടക്കുക. എന്നെ ആകെ സ്വാമി ഒന്നും നിർത്തിത്തരുത്, എന്നെ പോകാൻ വരെ അനുഭവിപ്പിക്കണമെന്ന് സ്വാമിക്ക് കാര്യം മനസ്സിലായി. സ്വാമി തന്നെ പുറത്തു വന്ന് അവരോട്, ഇനി അമ്മേനെ ഒരു തരത്തിലും നിങ്ങൾ അമ്മയോട് സ്നേഹമുണ്ടെങ്കിൽ അമ്മയ്ക്ക് പോകാനുള്ള വഴി അമ്മ എത്തിക്കഴിഞ്ഞു. ആ വഴിയിൽ പോകാൻ അമ്മ വരികയും ഇനി നിങ്ങളൊക്കെ ഒഴിവാക്കും. ഭക്ഷണം അവിടെ കൊണ്ടേ വെച്ചോളൂ. അമ്മ ആവശ്യമുണ്ടെന്ന് കഴിക്കും. ഈ മരുന്നോ വേറെ ഒന്നും ചെയ്യണ്ട. അമ്മ ആ വഴിയിലേക്ക് ഇറങ്ങിക്കഴിഞ്ഞു, സ്വന്തമായി അമ്മ കിട്ടുക. അപ്പോൾ അവിടുന്ന് ഒരാഴ്ച 10 ദിവസം കഴിഞ്ഞപ്പോൾ ആരും വന്നു പറ്റേ മാമി പോയി. അപ്പം ഇത് ഇപ്പോഴും സാധിക്കും എന്ന് പറയണേ. കാരണം പണ്ട് അവരെ ഒത്തിരി സത്സംഗത്തിന് കേട്ടിട്ടുണ്ട്, സപ്താഹങ്ങളിൽ പോയിട്ടുണ്ട്. ഇപ്പോൾ സ്വാമി അവർക്ക് ചെയ്തു വെച്ചു, കണ്ണൊക്കെ കണ്ണിൻ്റെ ബാക്കിൽ വെച്ചു. ഇവിടെ എനിക്ക് ഇറക്കിയിട്ടില്ല. ഈ കേട്ടതൊക്കെ ചിലപ്പോൾ മാമിയോട് പറയാനിട്ട് ആ കേട്ടതൊക്കെ ചെയ്തിന്ന് അകത്തേക്ക് ഇരിക്കുക, കണ്ടതൊക്കെ ഉള്ളിലേക്ക് കയറും. അങ്ങനെ സ്വസ്ഥമായി സ്വാമിയോടെ കടന്നോട് പറഞ്ഞു. അങ്ങനെ സ്വസ്ഥമായി സ്വാമി. ഇപ്പം നമുക്ക് ആ വളരെ അതിശയം തോന്നി. ഇപ്പം നമ്മളൊക്കെ അങ്ങനെയാണ്. ഇപ്പം നമ്മൾ വയസ്സാകുമ്പോൾ നമ്മുടെ ശരീരം, അല്ലേ, നമ്മളൊരു ഡോക്ടർ ഒരിക്കലും നമ്മളോട് ആളോട് ചോദിച്ചു,
നിങ്ങളുടെ വീട്ടിൽ മരങ്ങളൊന്നുമില്ല, 10-60 വയസ്സായി സ്വാമി എനിക്ക് വരും, വീട്ടിൽ മരങ്ങളൊക്കെ ഉള്ളത്. നിങ്ങൾ ചെറുപ്പത്തിൽ കണ്ട മരങ്ങൾ ഇപ്പോൾ അതുപോലെ ഉള്ളവരുണ്ട്. കൊമ്പൊക്കെ ഉണങ്ങിയില്ലേ? ഉണങ്ങി, ചില മരങ്ങൾ തന്നെ ഉണങ്ങിപ്പോയി. ഇപ്പോൾ വേഗം പറയുമല്ലോ, നിങ്ങൾ ഉണങ്ങിയിട്ടില്ല, നിങ്ങളുടെ കൊമ്പുകളല്ലേ ഓരോ അവയവങ്ങളായി വയസ്സായില്ലേ, ശരീരത്തിന് വയസ്സാവും. അപ്പൊ അതിന് കുറേശ്ശെ അന്നത്തെ പോലെ ചെറുപ്പത്തിലുള്ള ആളുകളുണ്ടാവും. നമ്മൾ പണ്ട് ഓടിയിരുന്നു നടന്നിരുന്നോ പറ്റുമോ? അതിനെ നമ്മൾ അംഗീകരിക്കുക. നമ്മുടെ ഓരോരോ അവസ്ഥകളെ നമ്മൾ അംഗീകരിച്ച് അകത്തുള്ള നമ്മുടെ സാക്ഷിഭൂതനായ ആത്മാവിനെ മാത്രം അംഗീകരിക്കുന്നില്ല. അതിന് വയസ്സുമില്ല, ഒന്നുമില്ല, അന്നും ഇന്നും ഒരുപോലെ അല്ലേ. പക്ഷെ അതിലേക്ക് മാത്രം ശ്രദ്ധ തിരിച്ചു പോയാൽ ഇനിയുള്ള കാലത്തെ ജീവിക്കാം. നമ്മുടെ ഈ ശോകം ആത്മവിദ്യ എന്ന് പറഞ്ഞാൽ നമ്മൾ നമ്മളെ തിരിച്ചറിയുന്നതാണ് ആത്മവിദ്യ. ഇനിയിപ്പോൾ അത് തിരിച്ചറിയില്ല. നമ്മുടെ ശരീരബോധത്തിലുള്ള എൻ്റെ ആത്മാവ് അഭിമാനമാക്കുക ദേഹത്തിൽ ഇരിക്കുക. അതിനുവേണ്ടി മെനക്കെടുന്ന നമ്മൾ കുറച്ചു നേരം ഈ സത്സംഗം എന്ന് പറഞ്ഞിട്ട് ഞാൻ അവിടെ പോയിട്ട് പറഞ്ഞു, ഇതിന് നല്ല കാര്യം ശരി ഒക്കെ വേണം. പക്ഷെ ഓരോന്നിനും ഏതിനാണ് ഇമ്പോർട്ടൻ്റ് കൊടുക്കേണ്ടത് എന്ന് നമ്മൾ തീരുമാനിക്കും. ഒക്കെ ഒഴിവൊക്കെ കഴിഞ്ഞിട്ട് അമ്പലത്തിലേക്ക് പോകും. സമയമുണ്ടെങ്കിൽ അമ്പലത്തിൽ സത്സംഗം, പിന്നെ അതൊന്നുമില്ല, അതൊക്കെ പിന്നെ ആ സമയം കിട്ടിയാൽ മാത്രമേ പോകും. ഇതൊക്കെ എന്നല്ല, നമ്മൾ കുറച്ചു നേരം ഇരിക്കുമ്പോൾ എന്തെങ്കിലും ചില ശബ്ദം നെറ്റിൽ പറയും, ചില ശബ്ദം എവിടുന്നെങ്കിലും കിട്ടിയിട്ടാണ് നമ്മുടെ ആ ആത്മാവിനെ തൊടുക അല്ലേ. നമ്മള് ധ്രുവചരിതം കേട്ടു അല്ലേ? ധ്രുവചരിതത്തില് നാരദ മഹർഷി പറഞ്ഞു കൊടുത്ത രൂപം വെച്ചിട്ടാണ് 5-6 മാസത്തെ അവസ്ഥ. ഇന്നലെ പിതാപരം കരഞ്ഞത് ആ രൂപം മുമ്പിൽ വന്ന് നിന്നപ്പോ പെട്ടെന്ന് ഞെട്ടി. അകത്ത് കണ്ട രൂപം പുറത്ത് നിൽക്കുമ്പോ ഇത് എന്താണെന്ന് അറിയാമെന്ന് ഭഗവാനൊന്ന് തൊട്ടു അല്ലേ. ഒന്ന് തൊട്ടപ്പോഴേക്കും ബോധം വന്നു. അപ്പൊ നെച്ചൂര് പറയും, പുള്ളി കുട്ടിക്കാലത്ത് ഉച്ചയ്ക്ക് ഉറങ്ങുന്ന സമയത്ത് ഒരു ബുക്ക് പുള്ളിയുടെ നെഞ്ഞത്ത് വീണു. ഗീതയാണ്. ഒരു ബുക്ക് നെഞ്ഞത്ത് വീണ് വെറുതെ തുറന്നു നോക്കുമ്പോൾ ഒരു ശ്ലോകം പറഞ്ഞു. ആ ശ്ലോകമാണ്. ആ ശ്ലോകം വായിച്ചതും പുള്ളിക്ക് എന്തോ ഒരു ആത്മീയത. അവിടുന്ന് എത്ര വയസ്സിലൊക്കെ പറഞ്ഞത് അവിടുന്ന് തൊട്ടിട്ടാണ് പുള്ളിക്ക് ഇത്രയും വലിയ നെച്ചൂര് അവിടെ എത്തുന്നത്. അപ്പൊ എപ്പോഴാണ് നമുക്ക് അദ്ദേഹം പറയും, നിങ്ങളിങ്ങനെ സത്സംഗത്തിന് പോവുക, സപ്താഹത്തിന് പോവുക, അതിങ്ങനെ പോയിക്കൊണ്ടിരിക്കുക, ഉറങ്ങിക്കോളൂ, സാരമില്ല, അവിടെ കിടന്ന് ഉറങ്ങിക്കോളൂ. നിങ്ങളുടെ മനസ്സ് ഉറങ്ങാതെ അവിടെ ഇരിക്കുന്നുണ്ട്. ആ മനസ്സ് കേൾക്കും. അത് ആവശ്യം വരുമ്പോൾ ആ മനസ്സ് നിങ്ങൾക്ക് പറഞ്ഞു തരും, നീ ഇത് ചെയ്തോ, ഇത് ചെയ്യണ്ട. അപ്പോ ഇതൊക്കെ കേട്ട് ഏതെങ്കിലും ഒരു വാക്ക് നമ്മളെ ഉണർത്തും. അതെപ്പോഴാണ്, എവിടെയാണ്, എങ്ങനെയാണ് വരുന്നതെന്ന് അറിയില്ല. അപ്പൊ അതുകൊണ്ട് എപ്പോഴും ഇതാണ് നമ്മൾ പറഞ്ഞത്. അതുപോലെ തന്നെ അതുപോലെ വേറെ അശാന്തസ്യ കുതസുഖം, ഇത് ഭഗവാൻ ഗീതയിലും പറഞ്ഞിട്ടുണ്ട് അല്ലേ. അശാന്തസ്യ കുതസുഖം, സമാധാനം, ശാന്തമായ മനസ്സിൽ അവന് സുഖം എങ്ങനെ കിട്ടുക, ശാന്തിയില്ലാത്ത മനസ്സിൽ സുഖം എവിടെ കിട്ടുക. അപ്പൊ അങ്ങനെ കുറെ വാക്കുകൾ നമുക്ക് പണ്ട് ഋഷീശ്വരന്മാർ പറഞ്ഞു തന്നിട്ടുണ്ട്. നമ്മൾ ആ ഒറ്റ വാക്കില് അതൊക്കെ നമുക്ക് ഇന്ന് കലികാലത്ത് നോക്കുമ്പോൾ രാമായണം, ഇപ്പൊ കക്കടത്തിലാണ് നമ്മൾ രാമായണം തുറന്നുണ്ട്. എന്ത് രാമായണം ഭാഗവതവും ഗീതയൊക്കെ ഒറ്റ ഉദ്ദേശമുള്ളൂ, ജീവിതത്തിലെ ശാന്തമായ തൃപ്തികരമായ ഒരു അവസ്ഥയിലേക്ക് ജീവിക്കുക എന്ന് മാത്രമേ എന്തിൻ്റെയും ഏതാത്മാത്മയുടെ ആനന്ദത്തിന്റെ സാധനയായാലും അതിൻ്റെ ലക്ഷ്യം അതാണ്. അപ്പോ ഇത് എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് എഴുതി വെച്ച അന്നത്തെ ആൾക്കാർക്കൊന്നും ഇത് പ്രയോജനമില്ല. ഇന്നാണ് അതിന്റെ ആവശ്യം. കരികാലത്തെ ജനങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഇതൊക്കെ എഴുതി വെച്ചതും പറഞ്ഞു വെച്ചു. എത്രയോ ഋഷീശ്വരന്മാർ പറഞ്ഞുകൊണ്ടിരിക്കുക. പക്ഷെ നമുക്ക് ഇന്നും എത്ര പേർക്ക് അത് കിട്ടിയിട്ടുണ്ട്. ഓരോരോ അവസ്ഥ ചെറുതുരുത്തിൻ്റെ അടുത്തൊരു കൊലപാതകം നടന്നു. നമ്മൾ അതിലൊക്കെ ചിന്തിച്ചു കഴിഞ്ഞാൽ നോക്കി എത്ര എന്താ അതിന് പറയുക, എനിക്ക് വാക്കുകളില്ല. പേപ്പർ വായിച്ചാൽ ഓരോന്ന് കാണും. എന്തുകൊണ്ടാണത്? ഇന്ന് മനുഷ്യൻ അവനവനെ പറ്റി ചിന്തിക്കുന്നില്ല. പറയുന്ന വാക്കുകളും പ്രവൃത്തികളും എന്താണ് എന്നുള്ളത് അറിയില്ല. അതുകൊണ്ട് വേറെ ഒന്നും പറഞ്ഞില്ലേ, മാം അനുസ്മര യുജ്യത ഇല്ലേ. ഗീതയിൽ ഭഗവാൻ പറയാം, മാം അനുസ്മര യുജ്യത, എന്നെ അനുസ്മരിച്ചുകൊണ്ട് നീ യുദ്ധം ചെയ്യും. ഗീതയൊക്കെ പറഞ്ഞു കൊടുത്തിട്ട് അവസാനം 16-ാമത്തെ അധ്യായത്തിൽ എത്തുമ്പോഴാണ് മാം അനുസ്മര യുജ്യത, നീ എന്നെ മനസ്സിൽ വിചാരിച്ച് നീ യുദ്ധം ചെയ്തു. അതിന്റെ അർത്ഥം എന്താ? നമ്മൾ എപ്പോൾ ചെയ്യുമ്പോഴും ഉള്ളിൽ ഏത് സമയത്തും ആ ഒരു വിചാരം ഉണ്ടായിട്ട് ഞാൻ ചെയ്യുന്നു, ഞാൻ പറയുന്നു, എൻ്റെ കഴിവ് എന്നൊക്കെ വിചാരിക്കുന്നു. ഇത് ഏതോ ഒരു ശക്തിയാണ് നടത്തുന്നത്. ഈ ലോകത്തിലെ ഏതോ ഒരു ശക്തി നമ്മുടെ ഉള്ളിലിരുന്നു. നമ്മൾ ആ കയ്യിലൊരു ഉപകരണമായിട്ട് ഇരുന്നു അല്ലേ. നമ്മള് തിങ്സ് ഹാപ്പനിങ് ത്രൂ യു. നമ്മുടെ
തപോവനസ്വാമികളുടെ അവിടെ എഴുതി വെച്ചതാ. സംഭവങ്ങൾ നമ്മളിൽ കൂടി നടക്കപ്പെടട്ടെ, ഈ നമ്മളായിട്ട് ചെയ്യരുത്. നമ്മളിൽ കൂടി സംഭവങ്ങൾ, ഞാൻ പറയുന്നത് എന്നെ കൂടെ ഇത് പറയിപ്പിക്കുകയാണ്. അതുപോലെ ഒരു കാര്യം നമ്മൾ ചെയ്യുന്നതിൽ ഞാൻ ചെയ്തു എന്നുള്ള അഭിമാനം, ഞാൻ കർത്തൃത്വബോധം ഭോക്തൃത്വബോധമായത്, ഞാൻ ചെയ്യുന്നു എന്നുള്ള ബോധവും, അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും കിട്ടിയാൽ അത് ദോഷമായാലും ഗുണമായാലും അത് അനുഭവിക്കാനുള്ള, അതാണ് ഭോക്തൃത്വബോധം. നമ്മൾ കർത്തൃത്വബോധം ഭോക്തൃത്വബോധം കളയണം. രണ്ടും ദൈവ ഇച്ഛയാണെന്ന് കരുതിയാൽ, ദൈവത്തിനെ മനസ്സിൽ വിചാരിച്ച് ഏത് പ്രവൃത്തിയും കിട്ടുന്നതായാലും ചെയ്യുന്നതായാലും ഈശ്വര സ്മരണയോടുകൂടി ചെയ്യുമ്പോൾ അതാണ് കർമ്മയോഗി. കർമ്മ രഹസ്യം തന്നെ അതാണ്. മാം അനുസ്മരിക്കുക, എന്നെ അനുസ്മരിച്ചുകൊണ്ട് നീ കർമ്മം ചെയ്യുക. അർജുനോട് യുദ്ധം ചെയ്യാൻ പറഞ്ഞാൽ നമ്മളോട് കർമ്മം ചെയ്യാൻ പറഞ്ഞു. ഏത് കർമ്മത്തിലും നമ്മൾ ആ ഒരു ബോധത്തോടെ ഭഗവാൻ നമ്മളെ കൂടി അത് നടത്തപ്പെടുന്നു. ഞാനൊരു നിമിത്തമായി ഭഗവാന്റെ കയ്യിലെ ഉപകരണമായി തീരുകയാണെന്നുള്ള ബോധത്തോടു കൂടി ഇരിക്കുമ്പോൾ അത് കർമ്മയോഗം. അപ്പൊ ഇവിടെ നമ്മള് കർക്കിടമാസം നമുക്കിപ്പോ സീസണൽ ഭക്തിയാണ് അല്ലേ? സീസണൽ ഭക്തി. അപ്പൊ കർക്കിടമാസം ആകുമ്പോ രാമായണായി, 2 മാസം കഴിഞ്ഞപ്പോ അയ്യപ്പനായി, പിന്നെ വൈശാഖായി. ഇങ്ങനെ കൊല്ലത്തിൽ 3 സീസണാണ് മെയിൻ ആയിട്ടുള്ള സീസൺ അല്ലേ? മെയിൻ സീസൺ അതാ. അപ്പൊ ഈ 3 സീസണൽ ഭക്തിയിൽ ഇങ്ങനെ പോയി കഴിഞ്ഞാൽ അതിൽ മാത്രം മുഴുകിയിരിക്കുക. പക്ഷെ അതിന്റെ ഉദ്ദേശം എന്താണ് ആത്മീയത എന്ന് നമുക്ക് കറക്റ്റായിട്ട് മനസ്സിലായി അത് നമ്മുടെ ജീവിതത്തിൽ ഇന്നത്തെ കാലത്ത് മുഴുവനും വളർത്താൻ പറ്റില്ല. നമുക്ക് 100% ഒരു ആത്മീയതയിൽ ജീവിക്കാൻ നമ്മളെ സമ്മതിക്കില്ല. പിന്നെ കരികാലം എന്ന് പറയാൻ പറ്റും. അങ്ങനെ ഇപ്പൊ എല്ലാവർക്കും വിചാരമുണ്ടല്ലേ? ഇത് കേൾക്കുമ്പോൾ നമ്മൾ പറയുമ്പോൾ ഒക്കെ വിചാരമുണ്ട്. നമ്മളൊക്കെ വിചാരിക്കും ഇതൊക്കെ ഇനി നാളെ നോക്കിട്ട് അങ്ങനെയാവും. അത് നടത്താൻ പറ്റില്ല. പക്ഷെ നമ്മുടെ ഉള്ളിലെങ്കിലും അങ്ങനെ ഒരു ബോധം ഉണ്ടെങ്കിൽ നീ ഇവിടുന്ന് തുടങ്ങി വെച്ചോ, ഏതെങ്കിലും ഒരു ജന്മത്തിൽ സഫലമാകും. ഇതേക്ക് പറയണ്ടേ, ഇവിടെ എവിടെ അവസാനിച്ചോ അവിടുന്നായിരിക്കും അതിനെ കണ്ടിന്യൂ ചെയ്യാൻ, തുടർച്ചയായി ചെയ്യേണ്ട ഒരു അവസരം അടുത്ത ജന്മത്തിൽ കിട്ടുമെന്ന് ഭഗവാൻ ഉറപ്പിച്ച് പറയുന്നുണ്ട്. അപ്പൊ നമ്മുടെ മനസ്സില് ഒരു ആത്മദർശനം അല്ലെങ്കിൽ ആത്മസാക്ഷാത്കാരം വേണം എന്നുള്ള ബോധത്തോടു കൂടി ഇപ്പൊ നമ്മൾ തുടങ്ങിയാൽ, കാരണം ഇന്നത്തെ ലോകത്തില് ഞാൻ ഇന്നത് ചെയ്യില്ല, അല്ലെങ്കിൽ ഞാനൊരു ഇത്ര വലിയ സാധനം ചെയ്യുമ്പോൾ നടത്തില്ല, നടക്കാൻ പറ്റില്ല. ഒരു 99% ആൾക്കാർക്ക് നടത്താൻ പറ്റും അല്ലേ? ഇപ്പൊ നമ്മളോടൊക്കെ പറയുമ്പോ വീട്ടിൽ ആദ്യം പറയുക ഭാര്യമാരാണല്ലോ കൂടുതൽ വിമർശിക്കുക അല്ലേ? ഏറ്റവും കൂടുതൽ വിമർശിക്കുക ഭാര്യമാരാണ്. അല്ല, അതാ അധികാരമുണ്ട്. നമ്മളെ ചൂണ്ടിക്കാണൊക്കെ ഏറ്റവും നല്ല ഭാര്യമാർ. വേറെ ആരും ചൂണ്ടി, നമ്മുടെ മുഖസ്തുതി പറയലുള്ളൂ. ഇപ്പൊ പറഞ്ഞത് ശരിയല്ലെങ്കിലും ആരെങ്കിലും പറയും ശരിയല്ലാന്ന്. പക്ഷെ ഭാര്യ പറയും അല്ലേ? ഭാര്യ നമുക്ക് പറയാറില്ല. ഇപ്പൊ വന്നു കഴിഞ്ഞാൽ പറയും. കാരണം അല്ല, അതൊരു കുറ്റം പറയില്ല. നമ്മളിപ്പോ ആരെങ്കിലും ഇവിടെ നിങ്ങളൊക്കെ പറയാൻ നന്നായില്ലെങ്കിൽ പറയും. കാരണം മുഖത്ത് നോക്കി പറയില്ലല്ലോ. പക്ഷെ ഭാര്യമാർക്ക് അത് പറയാൻ അധികാരമുണ്ട്. ചിലപ്പോ കൂടുന്നു മാത്രമേ ഉള്ളൂ. ഇഷ്ടമില്ലാത്ത ചിലപ്പോൾ ചോദിക്കും. ഇപ്പൊ ഭാര്യമാർക്ക് ഇഷ്ടമുള്ളത് നമ്മൾ പറയാൻ പറ്റുമോ? ഇപ്പൊ ഭാര്യയ്ക്ക് ഇഷ്ടമല്ലെങ്കിൽ ഭാര്യ പറയാം. അത് നിന്റെ ഓരോരുത്തർക്കും ഓരോ നിലയുണ്ടല്ലോ. അത് ഇഷ്ടപ്പെടാത്ത ഒരു വഴിയാണ് പറഞ്ഞേച്ചാൽ അതിന് വിമർശിക്കും. നമ്മൾ നിന്റെ വഴിക്ക് പെട്ടതല്ല, അത് മാറ്റി. അപ്പൊ എപ്പോഴും ഒരു വിമർശനമായിട്ട് ഇപ്പൊ അങ്ങനെയൊക്കെ വരുന്ന സമയത്ത് തളരാതെ അതിനെ പലതൊക്കെ നമുക്ക് ഉൾക്കൊള്ളേണ്ടി വരും അല്ലേ? ചിലതൊക്കെ ഉൾക്കൊള്ളേണ്ടി വരും. എവിടെ പറയുന്ന ഒരു കാര്യം റിപ്പീറ്റ് പറയുന്നു. ചില കാര്യങ്ങള് നമുക്ക് ഈ ആധ്യാത്മിക റിപ്പീറ്റ് എവിടെ എന്നും വന്നിട്ടിരിക്കുക, എല്ലാ തിരുവാരിക്കും വന്നിരിക്കുന്നു. അത് റിപ്പീറ്റേഷൻ അല്ലേ? നിങ്ങൾ എന്നും അമ്പലത്തിൽ പോകും, എന്നും സഹസ്രനാമം ചെയ്യും, എന്നും നാമം ജപിക്കും അല്ലേ? അതൊക്കെ റിപ്പീറ്റേഷൻ അല്ലേ? പഞ്ചാര പായസ ഇന്നും വയറ് നിറച്ചു കഴിച്ചു 10 ഗ്ലാസ് കുടിച്ചിട്ട് പറ്റില്ല പറഞ്ഞു. 4 മണിക്കൂർ കഴിഞ്ഞാൽ പിന്നെ കുടിക്കും. ഇത് മനുഷ്യന്റെ ഇല്ലേ? പിന്നെ കുടിക്കില്ല. ഒരിപ്പോ വയറ് നിറച്ച് ഇനി കൊടുത്താൽ ഇനിയിപ്പോ ഛർദ്ദിക്കും പറ്റില്ല എന്ന് പറഞ്ഞ് 2 മണിക്കൂർ കഴിഞ്ഞാൽ വീണ്ടും പറഞ്ഞു. ഇത് മനുഷ്യന്റെ മനസ്സിന്റെ ഒരു ഇതാ. നമ്മളാണ് തീരുമാനിക്കുന്നത്. വയറാണോ തീരുമാനിക്കുന്നത്? എന്റെ വയറ് നിറഞ്ഞ് മൂക്കറ്റം കുടിച്ചു എന്നൊക്കെ പറയും. എന്നിട്ട് 1 മണിക്കൂർ കഴിഞ്ഞാൽ അവിടെ കാര്യമാവും, വീണ്ടും നമ്മൾ കുടിക്കും. ഇത് വാസനയാണ്. അപ്പൊ നമ്മൾ ജന്മങ്ങളായിട്ട് എത്രയോ ജന്മങ്ങളായിട്ടും ഈ ജന്മത്തിലും എന്തൊക്കെ വിത്തുകൾ, കുടുംബ കുശുമ്പ് കുരുട്ട് ഏഷണി പരദൂഷണം പിന്നെ കാമക്രോധ ലോകമോഹങ്ങളൊക്കെ പെട്ടതൊക്കെ വിത്തുകൾ നമ്മുടെ ഉള്ളിലുണ്ട്. നമ്മൾ തന്നെ ഇതൊക്കെ വിതച്ചു വെച്ചിട്ടുണ്ട്. കുറെ ജന്മങ്ങളായിട്ട് കുറെ ഉണ്ടാക്കി വരും, കുറെ നമ്മൾ ഈ ജന്മത്തിൽ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഇതൊക്കെ എപ്പോഴാണ് പുഷ്പിച്ച് വരിക എന്നറിയില്ല.
അത് ഏറ്റവും കൂടുതൽ പുഷ്പിച്ചവർ 60 കഴിഞ്ഞാലാണ്. നമ്മുടെ ഉള്ളിൽ 60 കഴിഞ്ഞാൽ പഴയ വിത്തുകൾ പുറത്തേക്ക് വരും. ഇത് പുറത്തേക്ക് വരുമ്പോഴാണ് അതിങ്ങനെ കൂടിക്കൂടി. 60 കഴിഞ്ഞാൽ 70 കഴിഞ്ഞാൽ കുറച്ചുകൂടി കൂടും, 80 കഴിഞ്ഞാൽ കുറച്ചുകൂടി കൂടും. കാരണം എന്താ അറിയോ? ശരീരത്തിന്റെ ബലം കുറയുമ്പോൾ ഉള്ളിൽ നിന്ന് ഫ്രസ്ട്രേഷൻ വരും. ഇത് സൈക്കോളജിക്കൽ പറഞ്ഞ. അപ്പൊ ഇതിനെ എങ്ങനെയാണ് അവസാനിക്കുക? ഈ വിത്തുകളെ, വാസനകളെ അവസാനിക്കാൻ ഒറ്റ വഴിയുള്ളൂ, ആത്മവിദ്യ. ജ്ഞാനാഗ്നി കൊണ്ട് ഈ വിത്തുകളെ നശിപ്പിക്കണം. ജ്ഞാനാഗ്നി കൊണ്ട്. ജ്ഞാനാഗ്നിയില് ഈ നമ്മുടെ ഏതൊക്കെ വിത്തുകളും വാസനകളും നമ്മുടെ ഉള്ളിലുണ്ടോ അത് നശിപ്പിക്കാൻ കരികാലത്ത് ഒറ്റ അഗ്നിക്ക് സാധിക്കുള്ളൂ, ജ്ഞാനാഗ്നി. ഒരു വൈശ്വാനഗ്നി ഉണ്ട് നമ്മുടെ. തിന്നുകൊണ്ടേയിരിക്കും. എത്ര തിന്നാലും ദഹിപ്പിച്ച് കളയുന്ന ഒരു അഗ്നി അല്ലേ? എത്ര തിന്നാലും ആ അഗ്നിയെ ശമനം ചെയ്യണം. പിന്നെ ജ്ഞാനാഗ്നി കൊണ്ട് വേണം ഈ വാസനകളെ നമ്മൾ തീർക്കാൻ. അല്ലെങ്കിൽ വിത്ത് ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ മുളച്ചിപ്പോ പുഷ്പിച്ച് വരും. ചില സമയത്തൊക്കെ ഉണ്ടല്ലോ ചില ആൾക്കാർ അവരെ വയസ്സാകുമ്പോഴാവും പറയില്ലേ, ഇപ്പോഴാണ് പണ്ടത്തെ എളുപ്പം പുറത്തേക്ക് വരിക. പണ്ട് ഞാൻ ആരായിരുന്നു, ഇപ്പൊ ഒന്നുകൂടി ചെയ്യാൻ പറ്റില്ല. നാവ് മാത്രമേ ചലിക്കുള്ളൂ, ബാക്കി ശരീരം ഒന്നും ചലിക്കില്ല. പക്ഷെ നാവിന് നല്ല ശക്തിയാണ്. നോക്കിയുണ്ടോ? ഏറ്റവും പല ആൾക്കാരെ നോക്കിയാൽ നാവിന് ഭയങ്കര ശക്തിയാണ്. ബാക്കി കൈയും കാലമൊന്നും ഇല്ലൊക്കെ പോയി. പക്ഷെ നാവിന് അവർക്ക് ശക്തി പോയി. കാരണം നാവാണ് ഏറ്റവും വലിയ. നമുക്ക് 2 തരത്തിലാണ് നാവ്, ശത്രുവും മിത്രവും ഒക്കെ. നമ്മുടെ പഞ്ചേന്ദ്രിയങ്ങളില് ഈ നാവ് ജ്ഞാനേന്ദ്രിയമാണ്, കർമ്മേന്ദ്രിയമാണ്. അങ്ങനെ ഒരു ഇന്ദ്രിയം മാത്രമേ ഉള്ളൂ 2 വർക്ക് ചെയ്യുന്നു. നമ്മള് 5 ജ്ഞാനേന്ദ്രിയങ്ങളും 5 കർമ്മേന്ദ്രിയങ്ങളും ഉണ്ട് അല്ലേ? കണ്ണ്, മൂക്ക്, നാക്ക്, തൊക്ക്, ചെവി, ഇങ്ങനെ 5. ഈ 5 ഇന്ദ്രിയങ്ങളാണ് നമ്മുടെ ലോകം. നമ്മൾ പറയുന്നത് ലോകം എന്ന് പറഞ്ഞാൽ എന്റെ ലോകം പറയുന്നത് എന്റെ ഈ 5 ഇന്ദ്രിയങ്ങളാ. ഈ 5 ഇന്ദ്രിയങ്ങളെ കൊണ്ടാണ് നമ്മൾ ലോകം പറയുന്നത്. അതുപോലെ ഈ ലോകത്ത് ജീവിക്കുന്ന 5 കർമ്മേന്ദ്രിയങ്ങളാണ് അല്ലേ? കയ്യെ കാലെ തൊക്കെ, കയ്യെ കാലെ തൊക്കെ അപായം, ഉപസ്തു, പാൽ, പിന്നെ അതിൽ ഒന്നാകും. ഈ നാവ് 2 ഇന്ദ്രിയങ്ങളാ. ഒന്ന് ജ്ഞാനേന്ദ്രിയം അല്ലേ? നമ്മൾ സ്വാദ് അറിയുന്നത് നാവ് കൊണ്ടാണ്. ഏതിൻ്റെയും സ്വാദ് അറിയുന്നത് നാവ് കൊണ്ടാണ്. അതുപോലെ കർമ്മേന്ദ്രിയങ്ങളാണ് നമ്മൾ ജ്ഞാനത്തെ പറയുന്നത്. ഇത് നല്ല വാക്കുകൾ ചൊല്ലണം, അതാണ്. പക്ഷെ അതിന് വേണ്ടിയിട്ടാണ് 32 കാവൽക്കാലെ വെച്ചിട്ടുണ്ട്. നോക്കിയപ്പോൾ ബുദ്ധിക്ക് അവിടെ ഒരു ഇരുമ്പിന്റെ വെച്ചിട്ടില്ലേ, ഒരു കവാറ്റിന്റെ ഉള്ളിലാണ് നമ്മുടെ ഏറ്റവും വലിയ മാസ്റ്റർ മൈൻഡ്. കമ്പ്യൂട്ടർ സിസ്റ്റത്തിന്റെ ആ സെന്ററാണ് നമ്മുടെ തല. അതിനെയും ഒരു തലവടിന്റെ ഉള്ളിൽ സൂക്ഷ്മമായിട്ട് വെച്ചിട്ടുണ്ട് അല്ലേ? വളരെ സുരക്ഷിതമായിട്ട് വെച്ചിട്ടുണ്ട്. ലോകാത്ഭുതങ്ങൾ നമ്മൾ അവിടെ നിന്ന് പോണ്ട. ഏറ്റവും വലുത് ആർക്കും അറിയില്ല. ഏറ്റവും വലിയ അത്ഭുതം നമ്മുടെ ശരീരമാണ്. ഇന്ന് എന്തൊക്കെ കമ്പ്യൂട്ടറുകൾ ചെയ്യുന്നു അതൊക്കെ ശരീരത്തിൽ ചെയ്യുന്നു. ഇത് ആരുണ്ടാക്കി? ഇത് സൃഷ്ടിയിൽ അങ്ങനെ വെച്ചില്ലേ? ഈ മൂക്കിന്റെ ഓട്ടം മേപ്പൊക്കെ വെച്ചുള്ള സ്ഥിതി ഉണ്ടാവും. എല്ലാവരും താഴെ കിഴപ്പോട്ടെ. ആരെങ്കിലും പോയി കിഴപ്പോട്ടാക്കുന്നുണ്ടോ അല്ലേ? ഇതൊരു കവർ വെച്ചിട്ടുണ്ട്. കാരണം ശബ്ദത്തിന് ഇങ്ങനെ വന്ന് ചെവിയിരിക്കുമ്പോൾ അവിടെ കവർ വെച്ചിട്ടുണ്ട്. ഇതില്ലെങ്കിലോ കാര്യം പോകും. നമ്മൾ കേൾക്കണം. ഇത് മുഴുവൻ സൃഷ്ടിയിൽ എന്തൊക്കെ മാത്രം വെച്ചിരുന്നു. അപ്പൊ ഇത് നമ്മൾ മനസ്സിലാക്കുന്നതാണ് ആത്മീയത. ഈ നാവ് കൊണ്ട് പറയുന്നതും നമ്മുടെ നല്ല ചിന്തകളാണ് കൂടെയാണ് നല്ല വാക്കുകൾ വരുന്നത്. നല്ല വാക്കുകളും നല്ല പ്രവൃത്തിയും വരുന്നത് നല്ല ചിന്തകളിലാണ്. ഈ ചിന്തകളാണ് മനസ്സ്. അപ്പൊ ഈ മനസ്സിന്റെ ചിന്തകളെ പവിത്രീകരിക്കുന്നതാണ് നമ്മുടെ സത്സംഗത്തിലെ ഓരോ വാക്കുകളും. അതിപ്പോ എത്ര കേട്ടാലും, നമ്മളിവിടെ നാമജപം 5 മിനിറ്റ് ചെയ്യാറുണ്ട്. എത്ര ചെയ്താലും നമ്മുടെ ഉള്ളിലെ വാസനകൾ എത്രത്തോളം അടങ്ങുന്നുവോ അത്രത്തോളം ഇതിനകത്തേക്കുള്ള രുചി വരും. ഇത് വരാൻ തോന്നാനും ഏതെങ്കിലും ഒരു സത്സംഗത്തിൽ പോയി ഇരിക്കാനും നമ്മളെ പിടിച്ചു വലിക്കുന്ന ആ ഒരു അട്രാക്ഷനാണ്. അത് മനസ്സിലാക്കാൻ ഈ വാസന എത്രത്തോളം പോകുന്നുണ്ട്. അതല്ലെങ്കിൽ നമുക്ക് ഇതിനേക്കാൾ എത്ര ചെറിയൊരു കാര്യത്തിനാവും നമ്മൾ ഇമ്പോർട്ടൻ്റ് കൊടുക്കുക. നമ്മളൊരു സത്സംഗത്തിന് പോകുമ്പോൾ അതിനേക്കാൾ എത്രയോ ചില കാര്യങ്ങളാവും. അപ്പൊ നമ്മൾ തീരുമാനിക്കണം ഏതാണ് നമുക്ക് പ്രയോജനം. നെച്ചൂര് പറയും ഭൂമി ഉരുണ്ടതാണ്. പണ്ട് ആർക്കും അറിയില്ലാണ്, പരന്നതാണ്. ഇപ്പൊ ഉരുണ്ടതാണ്. നമുക്ക് വല്ല ഗുണമുണ്ടോ? ഭൂമി ഉരുണ്ടതായ എന്താ, പരന്നതായ നമുക്ക് വല്ല കാര്യമുണ്ടോ? ഇന്നത്തെ അറിയണ്ടേ സയന്റിസ്റ്റിന്? അത് അവർക്ക് നോക്കിയാൽ പോലെ നമുക്കങ്ങനെ കുറേ കാര്യങ്ങൾ ആവശ്യമില്ലാതെ അറിയുന്നുണ്ടല്ലേ. അപ്പൊ നമ്മൾ ആവശ്യമില്ലാതെ നമ്മൾ ഏറ്റവും കൂടുതൽ തോന്നിയ റീൽ നോക്കിയാണ് ഇന്നത്തൊക്കെ മാത്രമേ ഇത് കാണുന്നു. പക്ഷെ നെച്ചൂര് പറയും നിങ്ങളെ മനസ്സിനെ ശാന്തമാക്കാനും നിങ്ങളുടെ ജീവിതത്തിന് ഉപകരിക്കാവുന്ന അറിവുകളെ നിങ്ങൾ സ്വീകരിക്കാൻ പാടുള്ളൂ. നിങ്ങൾ സന്തോഷത്തിന് വേണ്ടിയിട്ടുന്ന പല ദിക്കിലും പോകും. പല കാര്യങ്ങളുണ്ടല്ലേ? എന്തൊക്കെ തരത്തിലാ എന്റർടൈൻമെന്റ് പ്രോഗ്രാം, അത് ഏതൊക്കെ തരത്തിലെ എന്റർടൈൻമെന്റ്?
ഇപ്പൊ നമ്മളവിടെ ഇന്നലെയും പറഞ്ഞിട്ടുണ്ട് 10, 60, 70, 75 കഴിഞ്ഞാൽ കോളനിയിൽ ഇന്നലെ രാമായണമായിരുന്നു. അപ്പൊ അവര് ഞായറാഴ്ച നാലമ്പല യാത്രയ്ക്ക് പോകും. അപ്പൊ 70, 75 രണ്ടുപേരും പിടിച്ച് താക്കിട്ടൊക്കെ പോയി. ഞാൻ ആദ്യത്തെ മുമ്പ് പറഞ്ഞു നാലമ്പല യാത്രയ്ക്ക് പോവുക. അപ്പൊ നമ്മുടെ തൊട്ടടുത്ത ആശ്രമത്തില് രാമായണം കഴിഞ്ഞപ്പോൾ ഞാൻ നാലമ്പലത്തിന് പോകും. ശരി ഒരാൾ കൈ പിടിക്കണം വണ്ടിക്ക്. അപ്പൊ എങ്ങനെ പോയി എന്നറിയില്ല. അപ്പൊ മനുഷ്യൻ ഇങ്ങനെ പോവാ. ഈ ടൂറിസ്റ്റുകാരുണ്ടാക്കിയതാണ് നാലമ്പല യാത്ര. അവർക്ക് വണ്ടി ചെലവാണ്ട്. അങ്ങനെ 4 പേരെ കൂട്ടിയിട്ട് അങ്ങനെ പോകുന്നത് വലിയ ടൂറിസ്റ്റ്. എപ്പോഴെവിടെയാണെങ്കിൽ നല്ലത്. നമ്മളാണെങ്കിലും പോകും. ഒറ്റയ്ക്കാരും പോവില്ല അല്ലേ. അവരാകുമ്പോൾ വെറുതെ വണ്ടിയിൽ കയറിയിരുന്നാൽ മതി. അവിടെ ഊണ് കിട്ടുമ്പോൾ പോകും. സുഖമായിട്ട് പോകാം. കാശ് കൊടുത്താൽ മതി. അപ്പൊ അതൊരു ബിസിനസ്സായിട്ട് ഇന്നിപ്പോ കേരളത്തിലെ നാലമ്പലും ഇവിടുത്തെ ചാർധാം യാത്രയൊക്കെ വിട്ടു യൂറോപ്പാണ്. നമ്മുടെ ടീം അടുത്ത മാസം യൂറോപ്പ് പോകും. ഒന്ന് നേരെ വിളിച്ചാൽ മുമ്പ് ആ ബാങ്കിലെ മോഹനൊക്കെ എറണാകുളത്ത് ഇന്റർവ്യൂവിന് പോകാവും. രാവിലെ ഞങ്ങൾ പോരുമ്പോൾ ഇന്റർവ്യൂ യൂറോപ്പിലേക്ക് പോകണമെങ്കിൽ വിസയ്ക്ക് ഇന്റർവ്യൂ എടുത്തത്. അപ്പൊ അവർ ഇന്റർവ്യൂവിന് പോയി എറണാകുളത്ത് വെച്ചത്. മനുഷ്യന്റെ ഓരോ ആവശ്യങ്ങളെ 26 വയസ്സായി യൂറോപ്പിൽ പോകണം. പോട്ടെ, കാരണം അതാണ് ഓരോരുത്തരുടെ ടേസ്റ്റ്. ഇപ്പൊ നമ്മൾ ക്ലാസ്സുകൾ ഒക്കെ നിങ്ങൾക്ക് പറഞ്ഞാലോ ശരി. ഇപ്പൊ ഇതിലേക്ക് വരാനൊരു നമ്മുടെ ഉള്ളിൽ പിടിച്ചു വലിക്കണമെങ്കിൽ ആ ഒരു ഗുണം വേണം. അത് നമ്മൾ ഉണ്ടാക്കലാണ് പ്രധാനം. നമ്മൾ കർക്കിടക മാസത്തിൽ ഇനി രാമായണത്തിലേക്ക് കിടക്കാം. അപ്പൊ നമ്മൾ പണ്ടൊക്കെ പണിക്ക് കിടക്കണം, പണിയെ കിടക്കണമെന്നാ പറയല്ലേ. പണിയൊന്നുമില്ല, മഴയും ഇതൊക്കെ ആകുമ്പോൾ എന്തെങ്കിലും നല്ലത് കിട്ടാൻ രാമായണം വായിച്ചോളാൻ പറയും. സമാധാനം ഉണ്ടായിരിക്കുമല്ലോ. അങ്ങനെ തുടങ്ങിയ രാമായണം പിന്നെ അമ്പലങ്ങളിലായി. ഇപ്പൊ രാമായണ മാസങ്ങളായി.